ഗണിത പഠനം കുട്ടികൾക്ക് പൊതുവെ ബുദ്ധിമുട്ടാണ്. മിക്ക കണക്കുകളും യുക്തിപരമായി ചിന്തിച്ചാൽ വളരെ എളുപ്പം ഉത്തരത്തിലെത്തിച്ചേരാൻ സാധിക്കും. മാത്രമല്ല പരീക്ഷയൊക്കെ എഴുതുന്ന സമയത്ത് ഒരുപാട് സമയം നമുക്ക് ലാഭിക്കുവാനും സാധിക്കും. ഒന്ന് ഈ കണക്കിലേക്ക് ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് ആദ്യത്തെ കുറേ പദങ്ങളുടെ തുക 130 വരുന്ന ഒരു സമാന്തര ശ്രേണി കണ്ടെത്താമോ? നമുക്കതെങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാധ്യം സമം പ്രാപ്താംഗങ്ങളുടെ തുക ബൈ പ്രാപ്താംഗങ്ങളുടെ എണ്ണം. അത് നമ്മൾ സമാന്തര ശ്രേണിയിൽ കൊണ്ടുവരുമ്പോൾ പ്രാപ്താംഗങ്ങൾ എന്ന് പറയുന്നത് പദങ്ങളും തുക ഇവിടെ തന്നിട്ടുണ്ട്, 130 തന്നിട്ടുണ്ട്. അതിൽ മാധ്യമെന്ന് പറയുന്നത് മധ്യ പദവുമാണ്. ഇവിടെ മധ്യപദം സമം തുക ബൈ പദങ്ങളുടെ എണ്ണം എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയെങ്കിൽ തുക സമം പദങ്ങളുടെ എണ്ണം ഗുണം മധ്യപദം. അതായത് 130 എന്ന സംഖ്യയെ നമ്മൾ 2 കഷ്ണങ്ങളായിട്ട് മുറിക്കുക. 2ആയിട്ട് മുറിച്ചാൽ ആ 2ൻ്റെയും കൂടി ഉള്ള ഗുണനഫലം 130 ആയിരിക്കുമല്ലോ. അതായത് അതിനെ ഏതെല്ലാം രീതിയിൽ മുറിക്കാം? 130നെ 13 ഗുണം 10 ആക്കാം, 26 ഗുണം 5 ആക്കാം, 65 ഗുണം 2 ആക്കാം. ഇങ്ങനെയൊക്കെ 130നെ നമുക്ക് ഘടകങ്ങളാക്കാം. ഈ 2 ഘടകങ്ങളുടെ ഗുണനഫലം 130 ആയതുകൊണ്ട് തന്നെ അതിലൊരു പദം മധ്യപദവും മറ്റേ സംഖ്യ പദങ്ങളുടെ എണ്ണവുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഉദാഹരണത്തിന് നമുക്കിതിൽ ഒരെണ്ണം എടുക്കാം. 13 ഗുണം 10 130. അതിൽ 10 മധ്യപദവും 13 പദങ്ങളുടെ എണ്ണവുമാകാം. അതല്ല തിരിച്ചും വരാം. ഇവിടെ ഞാൻ 10 മധ്യപദവും 13 പദങ്ങളുടെ എണ്ണവും എടുക്കുന്നു. അങ്ങനെയെങ്കിൽ ആകെ നമ്മുടെ സമാന്തര ശ്രേണിയിലുള്ള ആകെ പദങ്ങളുടെ എണ്ണം 13. അതിൽ മധ്യത്തിൽ വരുന്ന പദം 10. അങ്ങനെയാണെങ്കിൽ ആ 13 പദങ്ങളുടെ മധ്യത്തിൽ വരുന്ന പദം എന്ന് പറയുന്നത് എത്രാമത്തെ പദമായിരിക്കും? ആകെ 13 പദങ്ങളുണ്ടെങ്കിൽ 7ാം പദമായിരിക്കും മധ്യത്തിൽ വരുന്നത്. ആ 7ാമത് വരുന്ന, അതായത് നമ്മൾ എഴുതുന്ന സമാന്തര ശ്രേണിയിൽ 7ാമത് വരുന്ന പദമായിരിക്കണം 10. അപ്പോൾ ആ 10ന് മുൻപും 10ന് ശേഷവും 6 പദങ്ങൾ കൂടി ഉണ്ടാവും. അപ്പോൾ 10ന് മുമ്പ് ഇഷ്ടമുള്ള ഒരു പൊതുവ്യത്യാസം കണ്ടുകൊണ്ട് 10ന് മുമ്പ് 6 പദങ്ങൾ എഴുതുക. അതുപോലെ തന്നെ 10ന് ശേഷവും അതേ പൊതുവ്യത്യാസത്തിൽ 6 പദങ്ങൾ എഴുതുക. അപ്പോൾ നമുക്ക് 6 6 12 ആ മധ്യപദം കൂട്ടിക്കൂട്ടി 13 ആകുന്നു. ആ 13 പദങ്ങളും ഉള്ള ഒരു സമാന്തര ശ്രേണി ഉണ്ടാക്കാം. നോക്കൂ, ഒരു ഉദാഹരണം. 4 5 6 7 8 9 10 11 12 13 14 15 16. ഇതിൽ മധ്യത്തിലുള്ള പദം 10ഉം 10ന് മുൻപിലായിട്ട് 4 മുതൽ 9 വരെ 6 പദങ്ങളും 10 കഴിഞ്ഞിട്ട് 11 മുതൽ 16 വരെ 6 പദങ്ങളുമുണ്ട്. ഇവ കൂട്ടി നോക്കൂ, 130 കിട്ടില്ലേ? അതുപോലെ തന്നെ ഏത് പൊതുവ്യത്യാസവും നമുക്ക് ഇവിടെ 10ന് പുറകോട്ടും മുമ്പോട്ടും വെച്ച് എഴുതിയാലും 6 പദങ്ങൾ വീതം എഴുതിയാലും നമുക്ക് കിട്ടുന്നതെല്ലാം 130 തുക വരുന്ന ഒരു സമാന്തര ശ്രേണിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഘടകങ്ങളെടുത്തതിൽ ഒരെണ്ണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഘടകങ്ങൾ നമുക്കെടുത്താൽ ഇതേപോലെ ഏത് വേണേലും ചെയ്യാൻ സാധിക്കും. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.